നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കിയാൽ KSRTCക്ക് മാസം 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. ജൂൺ 15 മുതലാണ് സൗജന്യയാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ കണക്കെടുക്കാൻ ജെൻഡർ ടിക്കറ്റിംഗ് അടക്കം നടപ്പാക്കിയിരുന്നു. തുടർന്ന് KSRTC MD ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയായിരിക്കും സൗജന്യ യാത്ര നടപ്പിലാക്കുക. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി മാസം തോറും 125 കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകുന്നുണ്ട്. ആക്ഷേപഹാസ്യ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. കേന്ദ്രം വിയോജിപ്പുകൾ അടിച്ചമർത്തുകയാണെന്ന് മഹുവ വിമർശിച്ചു. ഫാസിസം ജനാധിപത്യമല്ല. കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുവാക്കളെ വളരെയധികം ഭയപ്പെടുന്നു. ഒരു വെർച്വൽ ഓൺലൈൻ പ്രസ്ഥാനത്തോട് പോലും അസഹിഷ്ണുതയാണ്. പ്രതിപക്ഷത്തുള്ളവർ ഓരോ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും അവർ അവരുടെ എക്സിൽ കുറിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് സമൂഹ മാധ്യമങ്ങളോട് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ അഭിജിത് ദീപ്കയാണ് CJPയുടെ സ്ഥാപകൻ. ഇൻസ്റ്റഗ്രാമിൽ BJPയുടെ അക്കൗണ്ടിലെ ഫോളോവർമാരുടെ എണ്ണത്തെ മറികടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ചത്. അക്കൗണ്ട് വിലക്കിയതിന് പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ മഹുവ മൊയ്ത്രയും TMC നേതാവായ കീർത്തി ആസാദും CJPയിൽ അംഗത്വമെടുത്തിരുന്നു. അതേസമയം CJPക്കെതിരെ കർശന നിലപാടിലാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്നെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 IT ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. CJPക്കെതിരെ കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ട് കിട്ടി. BJPയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളാണ് ലഭിച്ചത്. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ 100% സംതൃപ്തിയുണ്ട്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1-നാണ്. ഭരണപക്ഷത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. LDF BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. സൈന്യത്തിന്റെ നിർണായക നീക്കങ്ങളും വിവരങ്ങളും ചോർത്തി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നൽകിയ പഞ്ചാബ് സ്വദേശി അറസ്റ്റിൽ. പഠാൻകോട്ടിലെ ചക്തിവാരി ഗ്രാമവാസിയായ ബിട്ടു എന്ന ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പഞ്ചാബിലെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ഫിറോസ്പൂർ സെക്ടറിലാണ് സംഭവം. അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക വാഹനങ്ങളുടെ സഞ്ചാരവും ആയുധ നീക്കങ്ങളും അടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ഇയാൾ അതിർത്തിക്കപ്പുറത്തേക്ക് കൈമാറിയതായി പോലീസ് കണ്ടെത്തി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. ഇയാളുടെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ തന്ത്രപരമായ രീതിയിൽ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പാകത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്യാമറകളുടെ തത്സമയ ലിങ്കുകളും ദൃശ്യങ്ങളും ഇയാൾ പാകിസ്ഥാനിലേക്ക് നിരന്തരം അയച്ചു കൊടുത്തിരുന്നു. ഇതിന് പകരമായി ഇയാൾക്ക് വൻതോതിൽ പണം ലഭിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വകുപ്പ് വിഭജനത്തിന്റെ പേരിൽ UDFനോട് ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭയുമായി ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂർ കൂടിക്കാഴ്ച നടത്തി. വെള്ളയമ്പലത്തെ സഭാ ആസ്ഥാനത്തെത്തിയ മന്ത്രിയെ സഭാ അധികൃതർ സ്വീകരിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് J നെറ്റോയുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമാണെന്നും സഭയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുതലപ്പൊടിയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. മഴക്കാലത്തിന് മുൻപ് ഇതിന് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൊടിയൂരിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നും സ്ഥലം ജില്ലാ കളക്ടർ സന്ദർശിക്കണമെന്നും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. മന്ത്രിസഭയിൽ വേണ്ട പ്രാതിനിധ്യം ലഭിക്കാത്തതിലുള്ള ആശങ്കയും സഭ മന്ത്രിയെ അറിയിച്ചു. ഫിഷറീസ് വകുപ്പ് തീരപ്രദേശവും ലത്തീൻ സമുദായവുമായി ബന്ധമുള്ളവർക്ക് നൽകാതെ മുസ്ലിം ലീഗിന് നൽകിയതിൽ സഭ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സഭയുടെ അതൃപ്തി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി വയോധിക. കുത്തിവയ്പ്പിനിടെയുണ്ടായ അനാസ്ഥയെ തുടർന്ന് ശരീരത്തിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയതായാണ് പരാതി. 1 വർഷം മുൻപ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ 68-കാരി വത്സലയ്ക്കാണ് ദുരനുഭവം. കുത്തിവയ്പ് എടുക്കുന്നതിനിടെ സൂചിയുടെ ഒരു ഭാഗം ശരീരത്തിനുള്ളിൽ കുടുങ്ങുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചികിത്സാ പിഴവുണ്ടായതായും വത്സല ആരോപിച്ചു. ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ ഭാഗം നീക്കാൻ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും സൂചി പൂർണ്ണമായി നീക്കം ചെയ്യാനായിട്ടില്ലെന്നും അവർ പറഞ്ഞു.
ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഗവേഷക വിദ്യാർത്ഥി ഉമർ ഖാലിദിന് 3 ദിവസത്തെ ഇടക്കാല ജാമ്യം. ചികിത്സയിൽ കഴിയുന്ന മാതാവിനെ കാണാനാണ് ജൂൺ 1 മുതൽ 3 വരെ കർശന ഉപാധികളോടെ ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അസുഖബാധിതയായ മാതാവിന്റെ ശസ്ത്രക്രിയയ്ക്കായി 15 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഉമറിന്റെ ആവശ്യം. അന്തരിച്ച അമ്മാവന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന കാര്യവും ഉമർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉമറിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഡൽഹി കർക്കർദൂമ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ജാമ്യം നൽകാൻ മതിയായ കാരണങ്ങളില്ലെന്ന് പറഞ്ഞായിരുന്നു നടപടി. ഇതോടെയാണ് ഉമർ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും CPM നേതാവുമായ ആർ ബിന്ദു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ വെറും വി.ഡി. സതീശൻ മാത്രമായിരുന്നുവെന്നും സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയപ്പോൾ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് വായിച്ചത് വെറുമൊരു യാദൃശ്ചികതയല്ലെന്നും ബിന്ദു വിമർശിച്ചു. എറണാകുളം മലയിടം തുരുത്ത് പാരിയാത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പൂക്കി മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ലെന്നും പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് സർക്കാർ ഒന്നാമതായി പരിഗണന നൽകേണ്ടതെന്നും അവർ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്ത് പര്യത്തുന്നതിയിലെ ഒഴിപ്പിക്കലിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ. വിഷയത്തിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെയും VP സജീന്ദ്രൻ MLAയും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചുമതലപ്പെടുത്തി. ഒഴിപ്പിക്കൽ നടപടിയിൽ കോടതിയോട് സാവകാശം ചോദിക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. മലയിടം തുരുത്ത് പര്യത്തുന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടി 23-ന് തുടരണമെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. നടപടികൾ 23-ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം തുടരണം. 25-ന് വൈകുന്നേരം 3-നകം നടപടിയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ പിൻവലിച്ചു. നിലവിൽ Y കാറ്റഗറി സുരക്ഷയാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ പരിഗണിച്ചാണ് Y കാറ്റഗറി സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഗൺമാൻമാർ കൂടെ ഉണ്ടാവില്ല. ഗൺമാനെ പിൻവലിച്ചതോടെ 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും. മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെ മുൻ ഗൺമാൻ സന്ദീപ് പോലീസിലേക്ക് മടങ്ങി. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിലെ 1-ാം പ്രതിയാണ് സന്ദീപ്. കേസിൽ മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.